ഇന്ന് നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനം ദേശീയ നിയമദിനമായിട്ടൊക്കെ നമ്മൾ ആചരിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നേ ദിവസം 1949 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. പക്ഷേ 1949 മുതൽ തന്നെ നമ്മൾ ഈ പറയുന്ന നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിച്ച് വന്നിരുന്നില്ല. 2015 മുതലാണ് നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിച്ച് തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഈ ഭരണഘടന? എന്താണ് ഭരണഘടനയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നത്? എങ്ങനെയാണ് ഭരണഘടനയുടെ ഇപ്പോഴത്തെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയത്? ഭരണഘടന നമ്മൾ എങ്ങനെയാണ് നിർമ്മിച്ചത്? ഇതിന്റെ ഒരു ചരിത്രം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നേ ദിവസം ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നമസ്കാരം, സൈലം BSc ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഭരണഘടന? വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നിയമം അല്ലെങ്കിൽ സുപ്രധാന നിയമം, ഇതിനെ നമുക്ക് ഭരണഘടന എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് അടിസ്ഥാന നിയമം അല്ലെങ്കിൽ സുപ്രധാന നിയമം നമ്മൾ വിളിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും നിർമ്മിക്കുന്നതും എല്ലാ നിയമങ്ങളും നമ്മൾ കൊണ്ടുവരുന്നത് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഭരണഘടനയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് ബദലായിട്ട് ഒരു നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് വരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഭരണഘടനയെ നമുക്ക് എന്തെന്ന് നമുക്ക് വിളിക്കാം? അടിസ്ഥാന നിയമവും നമുക്ക് വിളിക്കാം. എന്തുകൊണ്ട് സുപ്രധാന നിയമം എന്ന് പറയുന്നു? ഭരണഘടനയ്ക്ക് ബദലായിട്ട് ഒരു നിയമങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കത്തില്ല. എല്ലാ നിയമങ്ങളുടെയും നിയമമാണ് ഏതെന്ന് പറയുന്നത്? ഭരണഘടന എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഭരണഘടനയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സുപ്രധാന നിയമവും നമുക്ക് വിളിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് എന്താണ് ഭരണഘടന എന്നുള്ളത്. പരീക്ഷകൾക്ക് നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ എഴുതി തയ്യാറാക്കിയതാണോ ഈ ഒരു ഭരണഘടന? ഒരിക്കലുമല്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായിട്ട് നമ്മൾ പറയുന്നത്, ലോകത്തിൽ തന്നെ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നാണ്. പക്ഷേ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഭരണഘടനയല്ല, അത് അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടന തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനകളിലുള്ള ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടന മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4000 മുതൽ 4500 വാക്കുകൾ വരെയാണ് അതിനകത്തുള്ളത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഏകദേശം 1.5 ലക്ഷത്തിൽ പുറത്ത് 2 ലക്ഷത്തിന് മേളിലൊക്കെ വാക്കുകൾ നമുക്ക് അതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഭേദഗതികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിൽ 106 ഭരണഘടനാ ഭേദഗതികളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ ഭരണഘടനയിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് നേരത്തെ തന്നെ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ ഇന്നേ ഈ ഒരു ദിവസം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ച് പല മാറ്റങ്ങളും നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 368 ആണ് ഭരണഘടനയെ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും പാർലമെന്റിന് അതിനുള്ള അധികാരങ്ങളെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതെന്ന് പറഞ്ഞു. 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചു എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഭരണഘടന തയ്യാറാക്കാനായിട്ട് നമ്മൾ ഏകദേശം എടുത്തത് 2 വർഷം 11 മാസം 17 ദിവസം എടുത്തു എന്നാണ് പറയുന്നത്. 18 ദിവസം എന്ന് പലയിടത്തും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മുടെ NCERT പാഠപുസ്തകം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നുണ്ട്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ നിർമ്മാണം ആരംഭിച്ചത് എന്നുള്ളത്. ഇത് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ഇതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. നമ്മൾ ടെക്നിക്കലി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് പറയാം. 6 ഡിസംബർ 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് നമ്മുടെ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി. പക്ഷെ അതിന് മുമ്പ് തന്നെ ചരിത്രം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയെക്കുറിച്ചുള്ള ആവശ്യങ്ങളും ഭരണഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആ ഒരു നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഭരണഘടന രൂപീകരിച്ചതിന്റെ ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ചരിത്രം നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യത്ത് വന്ന ആ ഒരു സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യണം പറയണം. നമുക്കറിയാം, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തെ നമുക്ക് ബ്രിട്ടീഷ് റൂൾ എന്ന് നമുക്ക് വിളിക്കാം. ഈ ബ്രിട്ടീഷ് റൂളിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് അങ്ങ് തരംതിരിക്കാം. ഒന്ന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കമ്പനി റൂളും, രണ്ടാമതായിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഭരണം നമ്മുടെ ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട് ഏറ്റെടുത്ത ആ ഒരു കാലഘട്ടം, അതിനെ നമുക്ക് ക്രൗൺ റൂള് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ആ ബ്രിട്ടീഷ് റൂൾ നമുക്ക് കമ്പനി റൂളായിട്ടും ക്രൗൺ റൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് ക്ലാസിഫൈ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു, കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കച്ചവടത്തിൽ ഏർപ്പെടുന്നു, അവർ നമ്മളുമായിട്ട് പല ഉടമ്പടികളും മറ്റു കാര്യങ്ങളും ഏർപ്പെടുന്നുണ്ട്. പതിയെ നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, പല തർക്കങ്ങളിലാകുന്നു, പല യുദ്ധങ്ങളും മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നുണ്ട്, ബാറ്റിൽ ഓഫ് ബക്സാർ നടക്കുന്നുണ്ട്.
ഈ ബാറ്റിൽ ഓഫ് ബക്സാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലുള്ള കുറേ സ്ഥലങ്ങൾ അവർ അധീനതയിലാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രിട്ടനിലിരിക്കുന്ന ഭരണാധികാരികൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കുറേ അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു, അതിന് സന്തോഷ സൂചകമായിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പതിയെ പതിയെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നേരെയാകുന്നില്ല. ആകപ്പാടെ ഇന്ത്യയിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, കൈവിട്ടു പോകുന്ന അവസ്ഥയായി. ബ്രിട്ടനിലിരിക്കുന്ന ഭരണാധികാരികൾക്ക് മനസ്സിലായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ശരിയാകുന്നില്ല, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം, റെഗുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ ആദ്യത്തെ നിയമം നടപ്പിലാക്കുന്നു. ആ നിയമത്തിന് നമ്മൾ വിളിച്ചു റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ് വിളിച്ചത്. ആ പേരിൽ തന്നെയുണ്ട് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റ് എന്ന് വെച്ചാൽ നിയന്ത്രിക്കുക. റെഗുലേറ്റിംഗ് ആക്ട് വരുന്നു 1773 വരുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് ഒരു പരാജയമായിട്ടൊക്കെയാണ് നമ്മൾ ഏകദേശം ഒരു പരാജയമായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നമ്മൾ ഇന്ത്യയിൽ ഒരു പദവി കൊണ്ടുവരുന്നു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് വരുന്നത് വാറൻ ഹേസ്റ്റിംഗ്സ് ആയിരുന്നു. അതേസമയം നമുക്ക് 1774 കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നുണ്ട്. കൽക്കട്ടയിൽ സ്ഥാപിതമായ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സർ എലിജെ ഇംബെ ആയിരുന്നു. റെഗുലേറ്റിംഗ് ആക്ടിലുള്ള പോരായ്മകൾ മറികടന്നുകൊണ്ട് അതിനെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമതൊരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമത്തിന്റെ പേരാണ് അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781. അതിനുശേഷം നമുക്ക് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് 4 ചാർട്ടർ ആക്ടുകൾ നമ്മൾക്ക് വരുന്നു. 1793, 1813, 1833, 1853. നോക്കി, ഈ ഓരോ ചാർട്ടർ ആക്ടിലും വർഷം ഒന്ന് ശ്രദ്ധിച്ചേ. 1793 നിന്നും 20 വർഷം കൂട്ടുമ്പോൾ 1813, അവിടുന്ന് ഒരു 20 വർഷം കൂട്ടുമ്പോൾ 1833, അവിടുന്ന് വീണ്ടും 20 വർഷം കൂട്ടുമ്പോൾ 1853. അതായത് ഓരോ 20 വർഷക്കാലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അതിന് അനുമതി നൽകുന്ന നിയമമാണ് നമ്മുടെ ചാർട്ടർ ആക്ടുകൾ എന്ന് പറയുന്നത്. അവിടെ 1833 ചാർട്ടർ ആക്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ 31 ചാർട്ടർ ആക്ടിൽ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന തലത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ നമ്മുടെ വില്യം ബെൻഡിക് ആയിരുന്നു. ആ ഒരു പദവി മാറ്റം കൊണ്ട് ബ്രിട്ടീഷ് കൃത്യമായിട്ടൊരു സൂചന നൽകുകയാണ് ചെയ്തത്. അതുവരെ ബംഗാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അധികാരം പോരാ, നമുക്ക് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കണം എന്നൊരു തലത്തിലേക്ക് എന്ത് ചെയ്യാണ്, മാറുകയാണ് ചെയ്യുന്നത്. 53 ശേഷം നമുക്ക് അടുത്തൊരു ചാർട്ടർ ആക്ട് നമുക്ക് വന്നില്ല. അതിനുശേഷം പിന്നെ നമുക്ക് വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു കമ്പനിയുടെ ഭരണം നമുക്ക് ഉണ്ടായിരുന്നത് 1773 മുതൽ 1857 വരെ ആയിരുന്നു നമുക്ക് പറയാം. 57 നമ്മൾ സിപ്പോ ലഹള നടക്കുന്നു. സിപ്പോ ലഹളയോട് കൂടിയിട്ട് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെല്ലാം കമ്പനിയുടെ ആകപ്പാടെ കംപ്ലീറ്റ് താറുമാറായി, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് നമുക്ക് പറയാം. ബ്രിട്ടീഷ് ഭരണകൂടം തീരുമാനിക്കുന്നു ഇന്ത്യയിലെ ഭരണം ഇനി കമ്പനിക്ക് വേണ്ട, കമ്പനിനെ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യണം, കെട്ടുകെട്ടിക്കണം. അങ്ങനെ കമ്പനിയുടെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരികയാണ്. ആ നിയമത്തിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ നിയമത്തോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. ഇന്ത്യയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുന്നു. നമ്മുടെ നിയമത്തെ വിളിച്ചു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, അല്ലെങ്കിൽ ആക്ട് ഫോർ ഗുഡ് ഗവേണൻസ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ രാജ്ഞിയുടെ വിളംബരം, ക്യൂൻസ് പ്രൊക്ലമേഷൻ നമുക്ക് വിളിക്കാം. ഈ ഒരു നിയമത്തിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പദവി മാറ്റിയിട്ട് പുതിയൊരു പദവി കൊണ്ടുവരികയാണ് വൈസ്രോയ്. ആദ്യത്തെ വൈസ്രോയ് ലോർഡ് കാനിങ് ആയിരുന്നു. രണ്ടാമതായിട്ട് പുതിയൊരു പദവികൾ കൊണ്ടുവരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് സ്റ്റാൻലി ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഇന്ത്യൻ കൗൺസിൽ ആക്ട് കൊണ്ടുവരുന്നു 1861. ഇന്ത്യൻ കൗൺസിൽ ആക്ടിൽ നമ്മൾ ഇന്ത്യക്കാർക്കും കൂടെ വൈസ്രോയുടെ കൗൺസിലിൽ പ്രാതിനിധ്യം കൊടുക്കുകയാണ്. അതിനുശേഷം ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വരുന്നു. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 വരുന്നു. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വരുന്നു. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരുന്നു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെ പുതിയ SCRT പാഠപുസ്തകത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു. ഭരണഘടന നിലവിൽ വരുന്നത് വരെ നമ്മുടെ രാജ്യത്തിന്റെ നിയമവും ഭരണഘടനയും എന്തായിരുന്നു, അതിന് ഉത്തരമായിട്ട് പാഠപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നിയമം. ഭരണഘടന നിർമ്മിക്കാൻ ഭരണഘടനാ നിർമ്മാതാക്കളെ ഏറ്റവും അധികം സ്വാധീനിച്ച നിയമം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ രൂപരേഖ എന്നറിയപ്പെടുന്ന നിയമം, അതേപോലെ തന്നെ ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം നടപ്പിലാക്കുന്ന നിയമവും ഏതന്നെയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 കൊണ്ടുവരുന്നു. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പ്രകാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് 15 ഓഗസ്റ്റ് 1947. ആ 15 ഓഗസ്റ്റിനും ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സഖ്യകക്ഷികൾക്ക് മുന്നിൽ ജപ്പാൻ അടിയറവ് പറയുന്നതും 15 ഓഗസ്റ്റിനാണ്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഓർമ്മിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടെ മൗണ്ട് ബാറ്റൻ ഈ 15 ഓഗസ്റ്റ് എന്ന ഡേറ്റ് അംഗീകരിക്കുന്നതിനകത്ത് ഉണ്ടായിരുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പറയുന്ന കമ്പനി റൂളിൻ്റെ കീഴിലാണെങ്കിലും ക്രൗൺ റൂളിൻ്റെ കീഴിലാണെങ്കിലും
വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അല്ല ചുമ്മാ തോന്നുന്ന രീതിയിൽ അവർ എന്ത് ചെയ്തില്ല, ഭരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ചെയ്തത്. അതായത് ഒരു രാജ്യത്ത് ഒരു ഭരണം നടക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമസംഹിത ഉണ്ടായിരിക്കണം എന്നാണ്. നമ്മളെ ലോകരാഷ്ട്രം നോക്കുകയാണെങ്കിൽ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളുമുണ്ട്, എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എഴുതപ്പെട്ട ഭരണഘടനയാണ്. പക്ഷെ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു എഴുതപ്പെട്ട ഭരണഘടനയില്ല. അവർ വർഷങ്ങളായിട്ട് അവരുടെ രാജ്യത്ത് പാലിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ് അവരുടെ ഭരണഘടനയായിട്ട് അവർ പാലിച്ചു പോരുന്നത്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ നമുക്കൊരു ഭരണഘടന വേണമെന്നാവശ്യം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സുപ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് 1924 സ്വരാജ് പാർട്ടിയുടെ കാര്യമാണ്. സ്വരാജ് പാർട്ടിയാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് നമുക്കൊരു ഭരണഘടന വേണമെന്ന്, അതിനുവേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം 1927 വെച്ച് നടക്കുന്ന മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിലും നമ്മുടെ ഭാവി ഭരണഘടന മൗലിക അവകാശങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കണമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനകത്തും നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള ആവശ്യകതയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് നമുക്കൊരു ഭരണഘടന വേണമെന്നും അതിനുവേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് 1934 അദ്ദേഹത്തിന്റെ പേര് എം.എൻ. റോയ് എന്നായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് എം.എൻ. റോയ്. അതേ വർഷം തന്നെ 1934 ബോംബെയിൽ വെച്ച് നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട്, ഔദ്യോഗികമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ആ ഔദ്യോഗികമായി മുന്നോട്ട് വെച്ച ആവശ്യം അത് അംഗീകരിക്കപ്പെടുന്നത് പിന്നീട് നടക്കുന്ന ഫായിസ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്നും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചത് പാസ്സാക്കിയത് ഫായിസ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ്. ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യക്കാർ തന്നെ നിർമ്മിക്കും, അതിന് വെളിയിൽ ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് 1938 നമ്മുടെ നെഹ്റു പറയുന്നുണ്ട്. അതേപോലെ തന്നെ 1938 കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു അലയൊലികളൊക്കെ തുടങ്ങുകയാണ് അല്ലേ. അപ്പൊ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരുടെ സേവനം ആവശ്യമായിട്ട് വരികയാണ്. പക്ഷെ ഇന്ത്യക്കാർ സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ഇന്ത്യക്കാരെ സഹായിക്കാൻ നിൽക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം എന്താണ്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ സഹായിക്കാൻ പോയി നമുക്കൊരു നല്ല പണി, 8ന്റെ പണി നമുക്ക് തിരിച്ചു കിട്ടിയായിരുന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ വന്ന് നമ്മൾ സഹായിക്കാൻ നിൽക്കത്തില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ സഹായം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ഒരു ഓഫർ നൽകുന്നുണ്ട്. 1940 ഓഗസ്റ്റ് മാസത്തിലാണ് ആ ഓഫർ നൽകിയത്. അതുകൊണ്ട് ആ ഓഫറിനെ എന്തെന്ന് വിളിച്ചു, ഓഗസ്റ്റ് ഓഫർ എന്നാണ് വിളിച്ചത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്ത്യക്ക് പുത്രികാ രാഷ്ട്രം എന്നൊരു പദവി നൽകാം, ഒരു ഡൊമൈനൽ സ്റ്റാറ്റസ്, പുത്രികാ രാഷ്ട്രം എന്ന പദവി നൽകാമെന്നും അതേപോലെ തന്നെ ഭരണഘടന നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിക്കാം. ഈ 2 ഓഫറുകളാണ് പ്രധാനമായിട്ട് നൽകുന്നത്. അതിനുശേഷം 1942 ക്രിസ് മിഷനെ ഇങ്ങോട്ട് പറഞ്ഞുകൂടിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സേവനം ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിസ് മിഷനെ പറഞ്ഞു വിടുന്നത്. ക്രിസ് മിഷനും ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല. അതെല്ലാം എന്ത് ചെയ്യായിരുന്നു, തള്ളിക്കളയുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം 1946 അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്ന് നമുക്ക് അതിനെ വിളിക്കാവുന്നതാണ്. ഈ ക്യാബിനറ്റ് മിഷനിൽ 3 പേരായിരുന്നു നമുക്കുണ്ടായിരുന്നത്: പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷന്റെ തലവൻ പെത്വിക് ലോറൻസ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിപ്സ് മിഷനിലെ തലവനായിരുന്ന സ്റ്റഫോർഡ് ക്രിപ്സ് ക്യാബിനറ്റ് മിഷനിലെ ഒരു അംഗമായിരുന്നു. ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്ത്യയിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് അധികാരം കൈമാറണമെന്നും സ്വാതന്ത്ര്യം നൽകണമെന്നും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഈ ക്യാബിനറ്റ് മിഷൻ നൽകുന്നുണ്ട്. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത് 6 ഡിസംബർ 1946 അപ്പോൾ അവിടെ നിന്ന് ടെക്നിക്കലി നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാവുന്നതാണ്. അതിനുശേഷം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 9 ഡിസംബർ 1946 ആദ്യ സമ്മേളനത്തിൽ നമുക്ക് താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആ കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി അദ്ദേഹമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത്. ആദ്യ സമ്മേളനത്തിന് അഭിസംബോധന സംസാരിച്ചത് JB കൃപലാനിയുമായിരുന്നു. അതിനുശേഷം സ്ഥിര അധ്യക്ഷനായിട്ട് 11 ഡിസംബർ 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. 13 ഡിസംബർ 1946 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഭരണഘടന എന്താണ് എന്നുള്ളതും ഭരണഘടന ലക്ഷ്യം എന്താണ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് 13 ഡിസംബർ 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. തൊട്ടടുത്ത വർഷം 22 ജാനുവരി 1947 ലക്ഷ്യപ്രമേയം ഐകകണ്ഠേന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മൾ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്.
ലക്ഷ്യപ്രമേയം ആമുഖം എന്ന പേരിൽ ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചയ്ക്കെടുക്കുന്ന ഡേറ്റ് കൂടെ ഉണ്ട്. അത് 17 ഒക്ടോബർ 1949 അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. പക്ഷെ നമുക്കറിയാം 1947 ജൂൺ 3 പ്ലാൻ അനുസരിച്ച് ഇന്ത്യ വിഭജിക്കുന്നുണ്ട്. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും വിഭജിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പാകിസ്ഥാൻ എന്ന് വിഭജിച്ചപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന അവിഭക്ത ഇന്ത്യയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറേ മേഖല പാകിസ്ഥാന്റെ കൂടെ അങ്ങ് പോയി. നമ്മുടെ ഇന്ത്യയിലുള്ള കുറേ മേഖല എന്ത് ചെയ്തു? ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തിരിക്കണം. ക്യാബിനറ്റ് മിഷൻ പറഞ്ഞത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രവിശ്യകൾ, നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടങ്ങൾ, ഇവർക്ക് ജനസംഖ്യ ആനുപാതികമായിട്ട് സീറ്റുകൾ അനുവദിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഏകദേശമായിട്ട് അദ്ദേഹം ആ ജനസംഖ്യ ആനുപാതികം കണക്ക് കൂട്ടിയത് 1:10 lakh എന്നായിരുന്നു. അത് എല്ലാ 10 ലക്ഷം ജനസംഖ്യയ്ക്കും ഒരു സീറ്റ് എന്നായിരുന്നു അതിന്റെ അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും 296 സീറ്റുകളും നാട്ടുരാജ്യങ്ങൾക്ക് 93 സീറ്റുകളുമായിരുന്നു അനുവദിച്ചിരുന്നത്. ഇവിടെ ഈ ബ്രിട്ടീഷ് പ്രവിശ്യയിലുള്ള 292 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് അന്നത്തെ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രവിശ്യയിലുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ആരായിരുന്നു? പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലുള്ള അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു തെരഞ്ഞെടുത്തത്. 4 സീറ്റുകൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾക്കും അനുവദിച്ചിരുന്നു. ആ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ എന്ന് പറയുന്നത് അജ്മീർ, ബലൂചിസ്ഥാൻ, കൂർഗ്, ഡൽഹി എന്നിവയായിരുന്നു. നാട്ടുരാജ്യങ്ങൾ തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളെ നാട്ടുരാജാക്കന്മാർക്ക് കൂടിയാലോചനകളെ പറഞ്ഞുവിടാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പ്രധാനമായിട്ട് 3 വിഭാഗങ്ങൾക്കാണ് ജനസംഖ്യ ആനുപാതികമായിട്ട് സീറ്റുകൾ അനുവദിക്കാൻ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞത്. അത് മുസ്ലിം, സിഖ്, പൊതുവിഭാഗം എന്നിങ്ങനെയായിരുന്നു. തെരഞ്ഞെടുപ്പ് നടന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു. അപ്പൊ 389 സീറ്റുകളായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം. ഇന്ത്യ വിഭജനത്തിന് ശേഷം കുറെ ആൾക്കാർ എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പോൾ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഇന്ത്യയുടെ മാത്രം ഭരണഘടനാ നിർമ്മാണ സഭയായിട്ട് മാറും ചെയ്യുന്നുണ്ട്. ആ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയായിട്ട് മാറിയപ്പോൾ അംഗസംഖ്യയിലും എന്ത് ചെയ്തു? കുറവ് വന്നു. 389 നിന്നും 90 അംഗങ്ങൾ കുറഞ്ഞ് 299 അംഗങ്ങളായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അംഗസംഖ്യ കുറഞ്ഞപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും നാട്ടുരാജ്യങ്ങളുടെ അംഗസംഖ്യയിൽ എന്ത് ചെയ്യുന്നു? കുറവ് വരുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രവിശ്യയിൽ അംഗസംഖ്യ 229 ആകുന്നു. നാട്ടുരാജ്യങ്ങളുടെ അംഗസംഖ്യ 70 കുറയുകയും ചെയ്യുന്നുണ്ട്, 70 ആവുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭ പൂർണ്ണമായി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സഭ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നില്ല. അഡൽട്ട് ഫ്രാഞ്ചൈസി അടിസ്ഥാനമാക്കിയിട്ടൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നൊക്കെ ആയിരുന്നു നെഹ്റുവിന്റെയൊക്കെ ആവശ്യം. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. നമ്മുടെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ 9 ഡിസംബർ 1946 ആദ്യ സമ്മേളനം നടന്നപ്പോൾ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 207 ആയിരുന്നു. അതിൽ 9 പേര് വനിതകളായിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിവിധ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഭരണഘടനയുടെ വിവിധ ഭാഗങ്ങളും മറ്റും തയ്യാറാക്കുന്നതിന് വേണ്ടി വിവിധ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുണ്ടായിരുന്ന കമ്മിറ്റികൾ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്ക് മേജർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു, മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു. നമുക്ക് 8 മേജർ കമ്മിറ്റികളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഈ 8 മേജർ കമ്മിറ്റികൾ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇവർ 4 പേരും ചേർന്നിട്ടായിരുന്നു. ഇവർ 4 പേരും പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വിശദമായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താണ് ഭരണഘടനയിൽ നമ്മുടെ ഭരണഘടന ഓരോ ഭാഗങ്ങളും തയ്യാറാക്കിയെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വിവിധ കമ്മിറ്റികൾ തയ്യാറാക്കിയ ഭരണഘടന വിവിധ ഭാഗങ്ങളെല്ലാം ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു. ഓഗസ്റ്റ് മാസം 29, 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. 7 അംഗ സമിതിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മുടെ ഭരണഘടനയുടെ വിവിധ ഭാഗങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ആദ്യ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 1948 ഫെബ്രുവരി മാസം 21. അതിനുശേഷം നമ്മളത് ഇന്ത്യൻ പൊതുസമൂഹത്തിന് നൽകുകയാണ്. അവരുടെ ആയിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി 8 മാസം സമയം കൊടുത്തു. 1948 ഒക്ടോബർ മാസം ഭരണഘടനയുടെ 2ാമത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? തയ്യാറാക്കുന്നുണ്ട്. ഏകദേശം 141 ദിവസത്തെ സിറ്റിംഗ് ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഭരണഘടനയുടെ അവസാനത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 1948 നവംബർ മാസം 4 അന്ന് തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനയുടെ ആദ്യ വായനയും നടക്കുന്നത്. അതിനുശേഷം 2ാമത്തെ വായന നടക്കുന്നു. 2ാമത്തെ വായന നടക്കുന്നത് 1948 നവംബർ മാസം 15 മുതൽ ഒക്ടോബർ 17, 1949 വരെയാണ്. ഈ 2ാമത്തെ വായനയിലാണ് ഭരണഘടനയിലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും എടുത്ത് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം അവസാനത്തെ വായന നടക്കുന്നു, 3ാമത്തെ വായന. 3ാമത്തെ വായന നടക്കുന്നത് 1949 നവംബർ മാസം
14-നാണ്. അതിനുശേഷം നമ്മുടെ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകുന്നത് 1949 നവംബർ മാസം 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടക്കുന്നത് തൊട്ടടുത്ത വർഷമാണ് 1950 ജനുവരി മാസം 24-നാണ്. ഈ ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന 284 അംഗങ്ങൾ അവസാനമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പുവെക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ 13 മലയാളികളും ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നുമാണ്. ഏകദേശം 2 വർഷം 11 മാസം 17 ദിവസം എടുത്താണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. ഈ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 60ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ചു. അത്രയും രാജ്യങ്ങളുടെ ഭരണഘടന വിശദമായിട്ട് തന്നെ പരിശോധിച്ചു. ഏകദേശം 64 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ചെലവാക്കി. അന്നത്തെ 64 ലക്ഷം രൂപയാണ്. അന്നത്തെ 64 ലക്ഷം രൂപ ഇന്നത്തെ കോടിക്കണക്കിന് രൂപയുടെ മൂല്യം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഭരണഘടന നമ്മൾ തയ്യാറാക്കി എടുത്തൊന്നുമല്ല. അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും ചർച്ചകളും അതേപോലെ തന്നെ എതിരഭിപ്രായങ്ങളും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കി രേഖകളാക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 1950 ജനുവരി 26 നമ്മൾ നിലവിൽ വന്ന നമ്മുടെ അന്നത്തെ ഭരണഘടന ഇന്നും നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്പെഷ്യൽ ഹീലിയം ബോക്സിൽ അതേപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മലയാളികളുടെ കാര്യം പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കണം. നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളികളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ മേഖലയിൽ നിന്ന് നമുക്ക് 9 മലയാളികൾ നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ തിരുവിതാംകൂർ മേഖലയിൽ നിന്നും 6 മലയാളികളും കൊച്ചി മേഖലയിൽ നിന്ന് ഒരാളും നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ യുണൈറ്റഡ് പ്രൊവിൻസസിൽ നിന്നും ഒരാൾ നമുക്കുണ്ടായിരുന്നു. 17 മലയാളികൾ ഉണ്ടായിരുന്നതിൽ 3 പേര് വനിതകളായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കറിൻ എന്നിവരായിരുന്നു ആ 3 മലയാളികളായിട്ട് ഉണ്ടായിരുന്ന വനിതകൾ. PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യം കൂടെയാണ്. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള ഒരു സത്വമാണ്. നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ജീവ പ്രമാണമാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ ഓരോരുത്തരും ചേർന്ന് തന്നെയാണ്. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കി അതിന് നമ്മൾ തന്നെ അംഗീകാരം കൊടുത്ത് നമുക്ക് തന്നെ അത് പ്രദാനം ചെയ്തിരിക്കുന്നു എന്നാണ് ആമുഖം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മുടെ ആമുഖത്തിൽ എന്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വമുള്ള ജനാധിപത്യ രാഷ്ട്രം, റിപ്പബ്ലിക് രാഷ്ട്രം എന്നാണ്. നമ്മുടെ ഭരണഘടന ആമുഖത്തിൽ എന്താണ് നമ്മുടെ ഇന്ത്യ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പരമാധികാരമുള്ള, സ്ഥിതിസമത്വമുള്ള, മതേതരത്വമുള്ള, ജനാധിപത്യമുള്ള റിപ്പബ്ലിക് രാഷ്ട്രമെന്നാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടന ലക്ഷ്യം എന്താണ് എന്നുള്ളതും പറയുന്നുണ്ട്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി, സ്വാതന്ത്ര്യം 5 കാര്യങ്ങളിലാണ് പറയുന്നത്. നമ്മുടെ ചിന്തയിൽ, ആശയപ്രകടനത്തിൽ, വിശ്വാസത്തിൽ, ആരാധനയിൽ, മതനിഷ്ഠയിൽ. സമത്വം 2 കാര്യങ്ങളിൽ പറയുന്നുണ്ട്. അവസരത്തിലും പദവിയിലും. വ്യക്തികളുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യ അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടന ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഭരണഘടനയ്ക്ക് മുകളിലായിട്ടോ ഭരണഘടനയ്ക്ക് ബദലായിട്ടോ ആരും തന്നെ നമ്മുടെ രാജ്യത്തില്ല. എല്ലാവരും ഭരണഘടനയെ അനുസരിക്കാനും എല്ലാവരും ഭരണഘടനയിൽ പറഞ്ഞ ആദർശങ്ങളും മറ്റും ജീവിതത്തിലും രാജ്യത്തും നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ്. ജയ് ഹിന്ദ്. താങ്ക് യു.